നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 6 ശ്രീ കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികം. 2016 മാർച്ച് 6 ശ്രീ കലാഭവൻ മണി നമ്മെ വിട്ടുപോയത്. 2016 മാർച്ച് 6 വൈകിട്ട് ഒരു ഏകദേശം 7:45-8 മണിയായപ്പോൾ UAE നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ണിക്കുട്ടൻ എന്നാണ് പേര്, അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു, കലാഭവൻ മണി നിര്യാതനായി എന്നത്. അതിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് ഫേക്ക് മെസ്സേജ് എന്നായിരുന്നു. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസായിരുന്നു ശ്രീ കലാഭവൻ മണിയുടെ മരണം. കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ച് പല പല വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കൊലപാതകമെന്നും മദ്യത്തിൽ വിഷം കലർത്തിയെന്നും അങ്ങനെ പല പല ന്യൂസുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഒരു വാക്കുണ്ടായിരുന്നു, മദ്യം. സത്യത്തിൽ മദ്യം വിഷമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മൾ ആ മദ്യം ഉപയോഗിക്കുന്നത്? ജനിച്ചാൽ മദ്യം, മരിച്ചാൽ മദ്യം, എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ എന്തിനാണ് മദ്യം യൂസ് ചെയ്യുന്നത്? ഉത്സവങ്ങൾ, പൂരങ്ങൾ, എല്ലാത്തിനും ഇപ്പോൾ മദ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ചാലക്കുടിയിലും ഇരിഞ്ഞാലക്കുടയിലുമാണെന്ന് പറയാം. എന്നിട്ടും അവർ ആ റെക്കോർഡിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മദ്യം വിഷമാണ്, അത് നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയും വലിയൊരു കലാകാരൻ നമ്മൾ വിട്ടുപോയതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കലാകാരൻ, അതായത് എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു നല്ല കലാകാരൻ നമ്മൾ വിട്ടുപോയി. ഇന്ന് 9 കൊല്ലം തികയുന്നു. അതിന് കാരണമായത് മദ്യമാണ്. ഇനിയെങ്കിലും നിങ്ങൾ മദ്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. മദ്യം വിഷമാണ്. നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മദ്യം നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. പതുക്കെ പതുക്കെ മദ്യത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുക. ഒരു നല്ലൊരു ജീവിതം നിങ്ങൾ കെട്ടിപ്പടുത്തുക. ആശംസകൾ.